ഇപ്പോൾ ടി സിദ്ദിഖ് എം.എൽ.എ മാധ്യമങ്ങളെ കാണുന്നു. ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടത് 9 പേരാണ്. മിംസിൽ അറ്റ് പ്രസന്റ് 4 പേഷ്യൻസ് ഉണ്ട്. അതിൽ 2 പേഷ്യൻസും വെന്റിലേറ്ററിലാണ്. അപ്പോൾ ഇത്രയും ഗുരുതരമായിട്ടുള്ള സാഹചര്യത്തിലൂടെ കുറേ പേഷ്യൻസ് പരിസരത്തുള്ളതായിരിക്കുന്ന പല ആശുപത്രികളിലുമായിട്ടുണ്ട്. ഇവരുടെ ചികിത്സയ്ക്ക് ഉത്തരവാദിത്തം സർക്കാർ സാമ്പത്തികമായ സഹായം നൽകണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമായിട്ടുള്ള ഒരു ഘടകം. അത് ഇപ്പം തന്നെ ബഹുമാനപ്പെട്ട മന്ത്രിയും ഗവൺമെൻറ്റും ഉടനെ ഇടപെട്ട് ജില്ലാ ഭരണകൂടത്തിന് അതിൻ്റെ നടപടിക്രമങ്ങൾ നീക്കാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശം കൊടുക്കണം. അടിയന്തര സാഹചര്യത്തിൽ എല്ലാവരുടെയും ചികിത്സ സമ്പൂർണ്ണമായി സർക്കാർ ഉത്തരവാദിത്വത്തിൽ നടപ്പിലാക്കി കൊടുക്കാനുള്ള നടപടികൾ സ്വീകരിക്കണം. ഇതിൽ പല പേഷ്യൻസ് ഇപ്പം വെന്റിലേറ്റർ പേഷ്യൻറ്റിന് ഒരു ദിവസം ചിലവാകുന്ന തുക, ഈ മരുന്നുകൾക്ക് ചിലവാകുന്ന തുക, ഈ സാധാരണക്കാരനെ സംബന്ധിച്ച് സർക്കാർ മെഡിക്കൽ കോളേജ് ആശ്രയിക്കുന്നത് മെച്ചപ്പെട്ട ചികിത്സയും അവർക്ക് സൗജന്യമായി മെച്ചപ്പെട്ട ചികിത്സ ലഭ്യമാകണം എന്നുള്ളത് കൊണ്ടാണ്. അത് ലഭ്യമാകാതെ സ്വകാര്യ ആശുപത്രിയിലേക്ക് തീപിടുത്തം മുഖാന്തരം പോകേണ്ടി വരുന്നതായ സാഹചര്യം അതീവ ഗൗരവതരമാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉത്തരവാദിത്തം സർക്കാരിനാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സാമ്പത്തികമായ ബാധ്യത സമ്പൂർണ്ണമായി സർക്കാർ ഏറ്റെടുക്കണം. അതിൻ്റെ നിർദ്ദേശം ഇതുവരെയും ആശുപത്രികൾക്ക് നൽകിയില്ല എന്നുള്ളത് ഒരു ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ്. സർക്കാർ ആ കാര്യത്തിൽ ഉടനടി ആക്ട് ചെയ്യണം എന്നതാണ് ഒരു കാര്യം പറയാനുള്ളത്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട വിഷയം, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിരവധിയായ കെട്ടിടങ്ങൾ, നിരവധി എക്യുപ്മെൻസുകൾ, അതും ടെക്നിക്കലി വളരെ സീരിയസ് ആയിട്ടുള്ള വില കൂടിയതായിട്ടുള്ള നിരവധിയായിട്ടുള്ള എക്യുപ്മെൻറ്റുകൾ, നിരവധി കെട്ടിടങ്ങൾ, ഇതെല്ലാം പ്രവർത്തിക്കുന്നതായ ആശുപത്രി, കോളേജുകൾ, അതുപോലെ നേഴ്സിംഗ്, പാരാമെഡിക്കൽ തുടങ്ങി വിവിധങ്ങളായിട്ടുള്ള സ്ഥാപനങ്ങൾ മുഴുവൻ പ്രവർത്തിക്കുന്നതായ നിരവധി കെട്ടിടങ്ങൾ ഉള്ളതായിരിക്കുന്ന ഈ സമുച്ചയത്തിൽ ഇതുവരെ ഒരു ഫയർ സ്റ്റേഷൻ സ്ഥാപിക്കാനുള്ളതായ സ്ഥലം നൽകാൻ ഇതുവരെ മെഡിക്കൽ കോളേജ് ഇതുവരെ തയ്യാറായിട്ടില്ല. അതിൽ ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ്. ഇത് നേരത്തെ ഇതിൻ്റെ റിക്വസ്റ്റ് ഇവിടെ വന്നതാണ്. സർക്കാർ തലത്തിലേക്ക് ഇതിൻ്റെ കാര്യങ്ങൾ പോയിട്ടുള്ളതാണ്. ഒരു 20 സെന്റ് സ്ഥലം കൊടുത്തിരുന്നുവെങ്കിൽ ഇവിടെ തന്നെ ഫയർ സ്റ്റേഷൻ ഉണ്ടാകുമായിരുന്നു. ഒരു ഫയർ സ്റ്റേഷൻ ഇത്രയും സെൻസിറ്റീവായിട്ടുള്ള ഒരു സ്ഥലത്ത്, അപകടങ്ങൾ പ്രതീക്ഷിക്കേണ്ടതായിരിക്കുന്ന സ്ഥലത്ത്, ഇതോ ഇതിലേറെയോ ഇതിൽ ചെറുതോ ആയിട്ടുള്ള അപകടങ്ങൾ പ്രതീക്ഷിക്കേണ്ട സ്ഥലത്ത് ഒരു ഫയർ സ്റ്റേഷന് യഥേഷ്ടം സ്ഥലമുണ്ടല്ലോ. ഒരു 20 സെന്റ് സ്ഥലം കൊടുക്കാനുള്ള നടപടി സ്വീകരിക്കാതിരുന്നത് ഈ സാഹചര്യത്തിൽ പ്രത്യേകം എടുത്തു പറയേണ്ട ഒന്നാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഏത് പ്രൈവറ്റ് മെഡിക്കൽ കോളേജ് ആണെങ്കിലും സർക്കാർ മെഡിക്കൽ കോളേജ് ആണെങ്കിലും അവിടെ ഫയർ ആൻഡ് സേഫ്റ്റിയുടെ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാകണം. നിർഭാഗ്യവശാൽ ഫയർ ആൻഡ് സേഫ്റ്റിയുടെ ഒരു ഫയർ ടെക്നീഷ്യൻ മെഡിക്കൽ കോളേജിൽ നിലവിൽ സ്ഥിരം പോലും ഇല്ലാത്തതായ ഒരു സ്ഥാപനമാണ് മെഡിക്കൽ കോളേജ് എന്നാണ് എനിക്കറിയാൻ സാധിച്ചത്. മാത്രമല്ല, ഈ ഫയർ ആൻഡ് സേഫ്റ്റി ടെക്നീഷ്യൻ അദ്ദേഹം HDS മുഖാന്തരം ഉണ്ടായിരുന്നു. പിന്നെ അദ്ദേഹം ലീവിൽ പോയി. പിന്നെ അദ്ദേഹം വരാതെയായി. ഇപ്പോൾ ആ പോസ്റ്റിൽ ആരെയോ ഇന്നലെയോ ഇന്നും മറ്റോ നിയമിക്കാനുള്ള നടപടികളാകുന്നു എന്നുള്ളതായിരിക്കുന്ന വിവരം കേൾക്കുന്നു. എനിവേ, ഫയർ ആൻഡ് സേഫ്റ്റിയുടെ കാര്യത്തിൽ മെഡിക്കൽ കോളേജിൻ്റെ ഭാഗത്ത് നിന്ന് അതീവ ഗൗരവതരമായിട്ടുള്ള വീഴ്ച ഉണ്ടായിട്ടുണ്ട്. ആ വീഴ്ച സെപ്പറേറ്റ് അന്വേഷണത്തിന് വിധേയമാക്കണം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നെഗ്ലിജൻസ് വന്നിരിക്കുന്നത് മെഡിക്കൽ കോളേജിൻ്റെ ഭാഗത്തു നിന്നും ആരോഗ്യ വകുപ്പിൻ്റെ ഭാഗത്തു നിന്നുമാണ്. ആ കാര്യം ഗൗരവത്തോടു കൂടി അന്വേഷണ വിധേയമാക്കണം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മരണത്തിലേക്ക് നയിച്ചതായിരിക്കുന്ന വിഷയങ്ങളെ സംബന്ധിച്ച് ഒരു ഉന്നതതല അന്വേഷണത്തിന് സർക്കാർ തയ്യാറാവണം. ആ അന്വേഷണത്തിലൂടെ കാര്യങ്ങൾ മുഴുവൻ വെളിപ്പെടട്ടെ. എന്താണ് യഥാർത്ഥ കാരണം എന്നുള്ളത് പുറത്തു വരട്ടെ. ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. നസീറ എന്ന് പറയുന്ന പാവപ്പെട്ട ഹതഭാഗ്യ, ഇന്നലെ അവർ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ കിടക്കുമ്പോൾ അവർ ജ്യൂസ് അടക്കം കുടിച്ച് പിക്കപ്പായി വരുന്നു എന്നുള്ളതായിരുന്നു അവരുടെ കുടുംബം ഇന്നലെ എന്നോട് പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം. മാധ്യമപ്രവർത്തകരോടും അവർ സംസാരിച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് ഈ അപകടം നടന്നത്. ഈ അപകടത്തിലാണ് അവർ മരണപ്പെട്ടത്. പല കുടുംബങ്ങളും ഈ കാര്യം പറയുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ആ സാഹചര്യത്തിൽ ഈ വിഷയത്തെ സംബന്ധിച്ച് ഒരു ഉന്നതതല അന്വേഷണവും
അതിൽ മരണപ്പെട്ട കുടുംബങ്ങളെ സഹായിക്കാനുള്ള നടപടികൾ സർക്കാർ ഭാഗത്ത് നിന്ന് ഉണ്ടാകണം എന്ന് സർക്കാരിനോട് വിനീതമായി ആവശ്യപ്പെടുക. ഏതാ ഒരു മിനിറ്റ് എന്താ പറഞ്ഞേ? സംഭവത്തിന്റെ ഉത്തരവാദിത്വം സ്വാഭാവികമായിട്ടും ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ആണല്ലോ, മെഡിക്കൽ കോളേജ് ആണല്ലോ. അപ്പോൾ ഒന്ന് ഫയർ ആൻഡ് സേഫ്റ്റി, രണ്ട് ഇത്തരം സാഹചര്യത്തിൽ വരുമ്പോൾ ഇവാക്യുവേഷൻ ഉള്ളതായിരിക്കുന്ന സിസ്റ്റം എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ കൃത്യമായിട്ടുണ്ടാവണം. ആ ഇവാക്യുവേഷൻ സിസ്റ്റം അവിടെ ഉണ്ടായിരുന്നില്ല. അവിടെ വാതിൽ പൊട്ടിക്കേണ്ടതായിരിക്കുന്ന സാഹചര്യം വരെ വന്നു എന്ന് രോഗികളുടെ ബന്ധുക്കൾ പറയേണ്ടതായ സാഹചര്യം. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ അന്വേഷിക്കട്ടെ. അന്വേഷിച്ച് ഇനിയൊരു അപകടം വരാത്ത രീതിയിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിനെ ശക്തമായി, കോഴിക്കോട് മെഡിക്കൽ കോളേജ് മാത്രമല്ല കേരളത്തിലെ മെഡിക്കൽ കോളേജുകളെ ശക്തമായി സംരക്ഷിക്കാനുള്ള ഒരു നടപടി ഈ അപകടത്തെ തുടർന്ന് ഉണ്ടാകണം എന്നതായിരിക്കുന്ന പൊതു താല്പര്യമാണ് മുമ്പിൽ വെക്കുന്നത്. അല്ല, ഈ പ്രാഥമികമായിട്ടുള്ള അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ വെളിവാകുന്ന കാര്യത്തെ സംബന്ധിച്ച് കൃത്യവും വ്യക്തവുമായിട്ടുള്ള തീരുമാനം ഉണ്ടാവണം. ഇപ്പോൾ സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്ന അന്വേഷണ സംവിധാനം, അതിൽ പോലീസ്, ഫയർ ആൻഡ് സേഫ്റ്റി, പിന്നെ അതുപോലെ ഇലക്ട്രിക്കൽ, അങ്ങനെ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും, മെഡിക്കൽ പിന്നെ കാര്യങ്ങൾ തുടങ്ങിയതായ ഗുരുതരമായ കാര്യങ്ങൾ മുഴുവൻ എടുത്ത് അനലൈസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കുന്ന ടീമിനെ വെച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണമാണ് ഏറ്റവും ഉചിതം. അത് സർക്കാരാണ് തീരുമാനിക്കേണ്ടത്. ഞങ്ങൾ ഞങ്ങളുടെ നിർദ്ദേശങ്ങൾ മുമ്പോട്ട് വെക്കുന്നു. ഈ കാര്യത്തിലുള്ള തീരുമാനം സർക്കാരിന്റെ ഭാഗത്തു നിന്ന് പ്രതീക്ഷിക്കുകയാണ്. അതിൽ ഒരു പ്രശ്നമില്ലല്ലോ. അപ്പം ജില്ലാ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ ചെയർമാൻ ജില്ലാ കളക്ടറാണ്. ജില്ലാ കളക്ടർക്ക് ഉചിതമായ തീരുമാനം ഇപ്പോൾ എടുക്കാം. സർക്കാർ ഒരു നിർദ്ദേശം കൊടുത്താൽ മതി.